മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് വിനയമില്ല പോലും. തന്റെ 74-ാം വയസ്സിലും മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ഇന്ത്യയുടെ അഭിമാനമായ പത്മഭൂഷൺ മമ്മൂട്ടിക്ക് ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല പോലും. ആരാണ് ഇത് പറയുന്നത് എന്നറിയാമോ? ഏതെങ്കിലും സാംസ്കാരിക നായകന്മാരോ വിവരമുള്ളവരോ ആണോ? അല്ല. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളും കൊട്ടേഷൻ ഗുണ്ടകളും സ്വന്തം പാർട്ടി പോലും പേടിച്ച് തള്ളിപ്പറഞ്ഞ ക്രിമിനലുകളുമാണ് ഇന്ന് മമ്മൂട്ടിയെ സംസ്കാരം പഠിപ്പിക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്താണ് മമ്മൂട്ടി ചെയ്ത മഹാപരാധം? വയനാട്ടിലെ കണ്ണീരുണങ്ങാത്ത മണ്ണിൽ സ്വന്തം അധ്വാനത്തിൽ നിന്നും കോടികൾ സംഭാവന ചെയ്ത് തന്റെ ഒരു പങ്ക് ആ ഒരു പുനരധിവാസ ഗ്രാമത്തിന് നൽകിയ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ പോയപ്പോൾ തന്റെ വശത്തു നിന്നും വിടാതെ പിന്തുടർന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ നേതാവിനോട് ഒന്ന് മാറി നിൽക്കാമോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് എല്ലാവരും കരുതില്ലേ എന്നൊന്ന് ചോദിച്ചു. അത്രമാത്രം. ആ ഒരൊറ്റ വാചകത്തിന്റെ പേരിൽ മമ്മൂട്ടിയെ ഇന്ന് അഹങ്കാരി എന്നും ദാഷ്ട്യക്കാരൻ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയാണ് സൈബർ സഖാക്കൾ. കൈരളി ചാനലിന്റെ ചെയർമാൻ ആയിരുന്നിട്ടും ഇടതുപക്ഷത്തോട് എന്നും ചേർന്ന് നിന്നിട്ടും മമ്മൂട്ടിക്കെതിരെ ഇത്തരമൊരു വേട്ടയാടൽ നടക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. അർജുൻ ആയങ്കിയെ പോലെയുള്ള കുപ്രസിദ്ധ ക്രിമിനലുകൾ മമ്മൂട്ടിയെ വിനയം പഠിപ്പിക്കാൻ വരുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സൈബർ അടിമകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ: നിങ്ങൾ തോൽപ്പിക്കാൻ നോക്കുന്നത് മമ്മൂട്ടിയെയല്ല, കേരളത്തിന്റെ നട്ടെല്ലിനെയാണ്. ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ ഓരോരുത്തരായി പൊളിച്ചെടുക്കാൻ പോവുകയാണ്. മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന ഈ സംഘടിത ആക്രമണത്തിന്റെ യഥാർത്ഥ മുഖം നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിചിത്രമായ സൈബർ യുദ്ധത്തെക്കുറിച്ചാണ്. വയനാട്ടിലെ പുനരധിവാസ ഗ്രാമം സന്ദർശിക്കാൻ മമ്മൂട്ടി എത്തുമ്പോൾ അദ്ദേഹം അവിടെ പോയത് തന്റെ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷന്റെ പ്രതിനിധിയായിട്ടാണ്. മമ്മൂട്ടി എന്ന നടൻ അവിടെ എത്തിയത് ഒരു ജനകീയ നായകനായിട്ടല്ല, മറിച്ച് തന്റെ സഹജീവികളുടെ വേദനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തന്റെ വശത്ത് ഒരു രാഷ്ട്രീയ നേതാവ് നിൽക്കുന്നത് ആ പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിക്കാനായി ഇടയാക്കുമെന്ന് മമ്മൂട്ടി ഭയന്നു. അദ്ദേഹം അവിടെ എത്തിയത് വോട്ട് പിടിക്കാനോ രാഷ്ട്രീയ പ്രസംഗം നടത്താനോ അല്ല. എന്നാൽ സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇടം പിടിക്കാനായി മത്സരിക്കാറുണ്ട്. മമ്മൂട്ടി കാണിച്ച ആ ഒരു നിമിഷത്തെ ജാഗ്രതയെയാണ് ഇപ്പോൾ അഹങ്കാരം എന്ന് വിളിച്ച് ആഘോഷിക്കുന്നത്. സൈബർ ആക്രമണം നടത്തുന്നവർ ചോദിക്കുന്നത് മമ്മൂട്ടിയുടെ കൂടെ രമേശ് പിഷാരടിയും ആന്റോ ജോസഫും നടക്കാമെങ്കിൽ എന്തുകൊണ്ട് റഫീഖിന്, ഈ ജില്ലാ സെക്രട്ടറിക്ക്, നടന്നുകൂടാ എന്നാണ്. ഇവിടെയാണ് ഇവരുടെ ഇരട്ടത്താവ് പുറത്തു വരുന്നത്. പിഷാരടിയും ആന്റോ ജോസഫും മമ്മൂട്ടിയുടെ വ്യക്തിപരമായ സുഹൃത്തുക്കളും ഈ പ്രൊജക്ടിന്റെ തുടക്കം മുതൽ കൂടെയുള്ളവരുമാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അവിടെ വരുന്നത് സ്വാഭാവികമായിട്ടും അതിനെ രാഷ്ട്രീയ നിറം നൽകും. മമ്മൂട്ടി കൈരളി ടിവിയുടെ ചെയർമാനാണ്. അദ്ദേഹം ഇടതുപക്ഷ അനുഭാവിയുമാണ്. എന്നിട്ടും അദ്ദേഹം ഈ നിലപാടെടുത്തത് എന്തുകൊണ്ടാണ്? കാരണം സേവനം ചെയ്യുമ്പോൾ അതിൽ രാഷ്ട്രീയം കലരാൻ പാടില്ലെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ട്. ഈ മര്യാദയെയാണ് രാഷ്ട്രീയ അന്ധത ബാധിച്ചവർ വളച്ചൊടിക്കുന്നത്. പ്രത്യേകിച്ച് ഇലക്ഷൻ എടുക്കാൻ നേരത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ ചേർന്ന് കിട്ടാൽ അതൊരു PR ആണല്ലോ. ഈ വിവാദത്തിൽ ഏറ്റവും വലിയ തമാശയും എന്നാൽ ഗൗരവകരമായ കാര്യം മമ്മൂട്ടിയെ ഉപദേശിക്കാൻ രംഗത്തെത്തിയ വ്യക്തികളാണ് കേട്ടോ. അർജുൻ ആയങ്കി എന്ന പേര് ഇത് കേരളത്തിന് അപരിചിതമല്ല. ആരാണ് അർജുൻ ആയങ്കി? നമുക്കൊന്ന് പിന്നോട്ട് പോയി നോക്കാം. 2021 രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസ്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണം തട്ടിയെടുക്കാൻ എത്തിയ ഗുണ്ടാ സംഘത്തിന്റെ തലവനായിരുന്നു ഈ അർജുൻ ആയങ്കി. സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തി ആ സ്വർണം തട്ടിയെടുക്കുന്ന സ്വർണം പൊട്ടിക്കൽ എന്ന പരിപാടിയാണ് ഇയാളുടെ പ്രധാന തൊഴിലെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ്. മാസങ്ങളോളം ഇയാൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ആകാശ് തിലങ്കേരിയുമായുള്ള ഇയാളുടെ ബന്ധം കേരളം ചർച്ച ചെയ്തതുമാണ്. P ജയരാജനെ പോലെയുള്ള നേതാക്കൾ പോലും ഇയാളെയും കൂട്ടരെയും പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ്. ഇവർ ക്രിമിനലുകളാണ്, ഇവർക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് CPM തന്നെ വ്യക്തമാക്കിയതുമാണ്. എന്നിട്ടും ഇന്ന് ഇതേ അർജുൻ ആയങ്കി മമ്മൂട്ടിയെ വിനയം പഠിപ്പിക്കാൻ വരുമ്പോൾ അത് ആരുടെ പിന്തുണയോടെയാണ്? സൈബർ സഖാക്കൾ ഇയാളുടെ വാക്കുകൾ ഏറ്റുപിടിക്കുമ്പോൾ ഇയാൾക്ക് CPM-ൽ ഇപ്പോഴും സ്വാധീനമുണ്ടോ എന്ന് ജനം സംശയിക്കുന്നു. ഒരു സ്വർണ്ണക്കടത്തുകാരൻ ഇന്ത്യയുടെ അഭിമാനമായൊരു നടനെ അഹങ്കാരി എന്ന് വിളിക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക ലോകം എവിടെയാണുള്ളത്? ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. എവിടെയൊക്കെ വിജയം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തെങ്കിലും ഒരു PR-നുള്ള വകുപ്പ് കിട്ടുന്നുണ്ടോ അവിടെയെല്ലാം ചെന്ന് ചെങ്കൂടി നാട്ടുക. വയനാട് ദുരന്തത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒത്തൊരുമിച്ചാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും സർക്കാരിനും പാർട്ടിക്കും മാത്രമാണെന്ന് വരുത്തി തീർക്കാനാണ് സൈബർ ലോകത്തെ ചിലർ ശ്രമിക്കുന്നത്. കണ്ടല്ലോ, വയനാട് പുനരധിവാസ പദ്ധതിക്ക് പിണറായിയുടെ ചിരിക്കുന്ന മുഖവും വെച്ചുള്ള പരസ്യം. അതിൽ എന്ത് യോഗ്യതയാണുള്ളത്? മമ്മൂട്ടി തന്റെ സ്വന്തം താല്പര്യപ്രകാരം നടത്തുന്ന ഒരു പുനരധിവാസ പദ്ധതിയിൽ പോലും പാർട്ടി സെക്രട്ടറിക്ക് മുൻഗണന ലഭിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. മമ്മൂട്ടി എന്ന ബ്രാൻഡ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിയറവ് വെച്ചിട്ടില്ല.
കൈരളി ചാനലിന്റെ തലപ്പത്തിരിക്കുമ്പോഴും അദ്ദേഹം തന്റെ കലയെയും വ്യക്തിത്വത്തെയും സ്വതന്ത്രമായി നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെ അപ്ഡേറ്റഡ് സുരേഷ് ഗോപി എന്ന് വിളിക്കുന്നതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? സുരേഷ് ഗോപി BJP-യിലേക്ക് പോയതുപോലെ മമ്മൂട്ടിയും ശത്രുപക്ഷത്താണെന്ന് വരുത്തി തീർക്കാനാണോ? സുരേഷ് ഗോപി BJP-യിൽ പോയാൽ എന്താ? അദ്ദേഹം ഇന്നും ജനങ്ങളോട് ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യനാണ്. തങ്ങളുടെ വാക്കുകൾക്ക് വഴങ്ങാതെ ഏതൊരു പ്രതിഭയെയും അപകീർത്തിപ്പെടുത്തുക എന്നത് ഫാസിസ്റ്റ് സ്വഭാവമാണ്. ഇത് ഇടതുപക്ഷത്തിന്റെ പേരിൽ നടക്കുന്നത് ഖേദകരമാണ്. പിന്നെ ഇടതുപക്ഷത്തിന്റെ നിലവാരം ഇത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഇവർക്ക് അറിയാമോ? ഈ അർജുനായങ്കി എവിടെ കിടക്കുന്നു, മമ്മൂട്ടി എവിടെ കിടക്കുന്നു? സിനിമയ്ക്കപ്പുറം അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ സൈബർ ഗുണ്ടകൾക്ക് വല്ല ധാരണയുമുണ്ടോ? വെട്ടും കുത്തും മാത്രമല്ല ജീവിതം. പുണ്യം പദ്ധതി, എത്രയോ പാവപ്പെട്ട കുട്ടികൾക്കാണ് മമ്മൂട്ടി ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് പണം നൽകിയത്. കാഴ്ച, സൗജന്യ നേത്ര പരിശോധനയിലൂടെയും ശസ്ത്രക്രിയയിലൂടെയും 10,000-ങ്ങൾക്ക് കാഴ്ച നൽകിയ പദ്ധതി. സുഹൃതം, ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി. ഈ പ്രവർത്തനങ്ങളൊന്നും അദ്ദേഹം മൈക്കിന് മുന്നിൽ വിളിച്ചു പറയാറില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെയും ഇതിനായി അദ്ദേഹം കൂട്ടുപിടിക്കാറുമില്ല. തന്റെ അധ്വാനത്തിന്റെ ഒരു പങ്ക് നിശബ്ദമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മനുഷ്യനെയാണ് വിനയമില്ലാത്തവൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഇല്ല, എല്ലാവരും നൽകുന്ന ഈ വയനാട് പുനരധിവാസ പദ്ധതിയിൽ പിണറായി പോലെ ചിരിച്ചു നിൽക്കുന്ന മുഖം എല്ലാവരും നൽകണോ? ഇന്ത്യയെ മുഴുവൻ ആദരിക്കുന്ന ഒരു നടനെ സ്വന്തം നാട്ടിലെ ഒരു പറ്റം രാഷ്ട്രീയ അടിമകൾ വേട്ടയാടുന്നത് കാണുമ്പോൾ വേദന തോന്നുകയാണ്. മമ്മൂട്ടി എന്നത് വെറും ഒരു നടനല്ല, അത് മലയാളിയുടെ സ്വത്വമാണ്. അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് മലയാളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കുന്നതിന് തുല്യമാണ്. ഈ സൈബർ ആക്രമണം നമ്മളോട് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്. കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്കോ പ്രവർത്തിക്കുന്നവർക്കോ സ്ഥാനമില്ല. നിങ്ങൾ പാർട്ടിയുടെ അടിമകളായി നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നല്ലവനാകും. മമ്മൂട്ടിയെ പോലെ ഒരു വലിയ മരത്തെ കല്ലെറിയുമ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നത് സാധാരണക്കാരുടെ ഇടയിലുള്ള അദ്ദേഹത്തിന്റെ ഇമേജ് തകർക്കാനാണ്. പക്ഷേ മലയാളികൾ അത്ര വിഡ്ഢികളല്ല. അർജുനായങ്കിമാരുടെ ഉപദേശത്തെക്കാൾ മലയാളികൾ വിലമതിക്കുന്നത് മമ്മൂട്ടി ഇത്രയും കാലം ജനങ്ങൾക്കായി ചെയ്ത നന്മകളെയാണ്. വയനാട്ടിലെ ആ ദുരിതബാധിതർക്ക് മമ്മൂട്ടി നൽകുന്ന ഓരോ വീടും ഈ സൈബർ ഗുണ്ടകളുടെ മുഖത്തേറ്റ അടിയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസഹിഷ്ണുതയുടെ പുതിയൊരു മുഖമാണ്. ഒരു കലാകാരൻ തന്റെ നിലപാട് വ്യക്തമാക്കിയാൽ അവനെ ശത്രുവായി കാണുന്ന പ്രവണത. മമ്മൂട്ടി അഹങ്കാരിയാണോ? അതെ, അദ്ദേഹം തന്റെ തൊഴിലിനോടുള്ള സത്യസന്ധതയിൽ അഹങ്കാരിയാണ്. പിന്നെ നിങ്ങളെപ്പോലുള്ള അടിമ സ്വഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം തന്റെ അന്തസ്സിൽ അഹങ്കാരിയാണ്. രാഷ്ട്രീയത്തിന് മുന്നിൽ നട്ടലിനെ വളയ്ക്കാത്തതിൽ അദ്ദേഹം അഹങ്കാരിയാണ്. ആ അഹങ്കാരമാണ് മലയാളികൾക്ക് മമ്മൂട്ടിയോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്നത്. ക്രിമിനലുകൾ കലാകാരന്മാരെ വിചാരണ ചെയ്യുന്ന ഈ കാലത്ത് നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയില്ല. മമ്മൂട്ടിക്കൊപ്പം നിൽക്കുക എന്നത് ഒരു സിനിമാ നടനൊപ്പം നിൽക്കലല്ല, മറിച്ച് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനൊപ്പം നിൽക്കലാണ്. വയനാട്ടിലെ ആ പുനരധിവാസ ഗ്രാമത്തിൽ ഓരോ കല്ലും പാകുമ്പോൾ അവിടെ തെളിയുന്നത് മമ്മൂട്ടിയുടെ കരുതലിന്റെ മുഖമാണ്, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാർത്ഥതയല്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. മമ്മൂട്ടിക്ക് പിന്തുണയുമായി നമുക്ക് ഒന്നിക്കാം. ഇത്തരം സൈബർ ഗുണ്ടായിസങ്ങളെ നമുക്ക് അവഗണിക്കാം. സത്യം എപ്പോഴും സൂര്യപ്രകാശം പോലെ തെളിഞ്ഞു നിൽക്കും, മമ്മൂട്ടിയെ പോലെ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.